ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന കുന്നുകളുടെ നെറുകയിൽ നിന്ന് നോക്കുമ്പോൾ ഇടുക്കി ഒരു സ്വർഗം തന്നെയെന്ന് തോന്നും. ആ സ്വർഗത്തിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കല്യാണത്തണ്ട്. ഇവിടെ നിന്നാൽ അഞ്ചുരുളി, കട്ടപ്പന, ഏലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാണാൻ പറ്റും. ഇതെന്റെ വല്യമ്മയാണ്, അതായത് അച്ഛന്റെ അമ്മയാണ്. ഞങ്ങൾ വിളിക്കാറ് കാഞ്ചിയാറ്റിലമ്മ എന്നാണ്. ആ പേരെങ്ങനെ വന്നതെന്ന് വെച്ചാല് എന്റെ വീട് കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ഞങ്ങള് കാഞ്ചിയാറ്റിലെ അമ്മ അങ്ങനെ വിളിച്ച് വിളിച്ച് കാഞ്ചിയാറ്റിലമ്മ എന്നുള്ള പേരിൽ ആണ് ഇപ്പോ പുള്ളിക്കാരി അറിയപ്പെടുന്നത്. നിങ്ങളിൽ പലർക്കും അങ്ങനെ പേര് കാണുമായിരിക്കും. നിങ്ങൾ വല്യമ്മമാരെയൊക്കെ, ദൂരെയുള്ള വല്യമ്മ, അമ്മയുടെ അമ്മേനെയൊക്കെ സ്ഥലപ്പേര് കൂട്ടി വിളിക്കാറില്ലേ? ഉള്ളവരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞങ്ങളുടെ ഇടുക്കിയില് ഈ മലകളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ഐറ്റം. ഇതാണ് ചിറ്റീന്ത്. ഇതിന്റെ ചെടി ഞാൻ കാണിച്ചു തരാവേ. ഈ മലമുകള്, പുല്ലുമേടൊക്കെ ഇല്ലേ, അവിടെ ഒരുപാട് ഈ സാധനം കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ഉള്ള വീടുകളിൽ നമ്മുടെ വീടിന്റെ അകം തൂക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇതിന്റെ ചൂലാണ്. ഇപ്പൊ ഇങ്ങനത്തെ ചൂലൊന്നും കാണാനേ ഇല്ല. ഇപ്പൊ മിക്കവരുടെ വീട്ടിലും പ്ലാസ്റ്റിക് ചൂലുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ചൂല് വെച്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഒരു പൊടി പോലും ഇല്ലാതെ ഇങ്ങനെ തൂത്തു വരും. ഇത് കാഞ്ചലമ്മയുടെ സൈഡ് ബിസിനസ് ആണ്. മെയിനായിട്ട് ആളും ഇപ്പോഴും ഈ പ്രായത്തിലും ഒരു 10-72 വയസ്സ് മേളിലുണ്ടാവും. ഇപ്പോഴും ഏലക്ക എടുക്കാനായിട്ട് പോകും. അതും കല്യാണത്തട്ട് മലയുടെ ഏറ്റവും ലാസ്റ്റത്തെ വീടാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ്, പുല്ലുമേടായിട്ട് കിടക്കാണ്. ഫോറസ്റ്റിന്റെ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വീട്. ആ മല